ശ്രീ അരുൺ ഭാസ്കർ, ഇങ്ങനെ ഒരു അപകടം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആലങ്കാരികമായി പറയാമെങ്കിലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾക്ക് പ്രോണാണ് നമ്മൾ പശ്ചിമഘട്ട മേഖലയിൽ താമസിക്കുന്ന ആളുകളാണ്. വലിയ മൺസൂൺ മഴയും ഒപ്പം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. നമ്മൾ ആ റിസ്കിൽ തന്നെ ജീവിക്കുന്ന ആളുകളാണ്. ഉരുൾപൊട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ, വലിയ ലാൻഡ് സ്ലൈഡ്സിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷനും അതുപോലെ തന്നെ ഇവിടെ നടന്ന സംഭവങ്ങളും ഒക്കെ തുടർന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് പാഠമാണ് നൽകുന്നത്? റെസ്ക്യൂവിനെ സംബന്ധിച്ച്, രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച്, ഒരു ദുരന്തമുണ്ടായാൽ ഉടൻ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് എന്തൊക്കെ സൂചനകളോ പാഠങ്ങളോ നമുക്ക് മുമ്പിൽ വെക്കുന്നു? തീർച്ചയായിട്ടും അത് രണ്ടു മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഇപ്പോൾ ഇങ്ങനെ ഹില്ല് കുന്നിടിച്ചിട്ട് ഹൈവേ ഉണ്ടാക്കുന്നു, അല്ല ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. സാധാരണ 45 ഡിഗ്രി എബോ സ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. 75 ഡിഗ്രി കഴിഞ്ഞാൽ എക്സ്ട്രീമിലി ഡേഞ്ചറസ് ആണ്. അപ്പോൾ അത്രയും സ്ലോപ്പ് ആ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് നല്ലൊരു മഴ ചിലപ്പോൾ ഇനി പോരും. അപ്പോൾ അങ്ങനെയുള്ള അത് ഫസ്റ്റ് നമ്മൾ അങ്ങനെയുള്ള ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ടൈമിൽ ഈ ശക്തമായ മഴയുള്ള സമയത്ത് അത് നടക്കുന്നത്. അപ്പോൾ ഈ മഴയുള്ള ഈ സീസണിൽ ഇപ്പം മെയ് തൊട്ട് ജൂലൈ വരെ ഉള്ള സമയത്ത്, ആഗസ്റ്റുള്ള സമയത്ത് ആ സ്ഥലത്ത് കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് കൊടുക്കുക. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒഴിവാക്കുക, അല്ല അവിടെ താമസിക്കുന്ന വീട്ടുകാരോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുക, മറ്റ് ക്യാമ്പുകൾ കൊടുക്കുക, അല്ല അവർ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ ഒരു ജില്ലാ ഭരണകൂടം തന്നെ അത് ആക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ചെയ്യുക. അപ്പോൾ കാരണം ലാൻഡ് സ്ലൈഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് വന്നു കഴിഞ്ഞാൽ ആ സ്പീഡിൽ ഒരു മനുഷ്യന് ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന സ്പീഡിൽ കൂടും. ഇപ്പോൾ 5 മീറ്റർ/സെക്കൻഡ് സ്പീഡിലാണ് ലാൻഡ് സ്ലൈഡ് വരുന്നത്. ഒരു മനുഷ്യന് ഓടി രക്ഷപ്പെടാൻ ടൈം പോലും അവിടെ കിട്ടില്ല എന്നുള്ള ഏറ്റവും 100 മീറ്റർ ഇപ്പോൾ വേൾഡ് റെക്കോർഡ് കിട്ടിയ ആൾക്കാർക്ക് ഒരു രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് ഓടാൻ പറ്റില്ല. അപ്പോൾ ആ പാത്തിൽ പെട്ടു കഴിഞ്ഞാൽ അത് 100% നമ്മൾ മരണപ്പെടുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും നല്ല മെഷർ മുൻകൂട്ടി അവിടുന്ന് ആൾക്കാർ ഒഴിപ്പിക്കുക. അപ്പോൾ ആദ്യം ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും ഓരോ ജില്ലയിലും. അപ്പോൾ അതിനെപ്പറ്റി ഉള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ ഒന്നത്. രണ്ടാമത് വരുന്നത് റെസ്ക്യൂവിൻ്റെ കേസിൽ SOP ഉണ്ടാക്കുക. SOP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം. അതിനകത്ത് ഫയർ റെസ്ക്യൂ ടീം വരും, SDRF വരും, NDRF വരും, പോലീസ് വരും, റവന്യൂ വരും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റ്. ഇപ്പോൾ ലോക്കൽ സിവിൽ ഡിഫൻസ് വളരെ ആക്റ്റീവാണ്. കർണാടകയിലും സിവിൽ ഡിഫൻസ് ഒക്കെ ആക്റ്റീവാണ്. കേരളത്തിൽ നല്ലതുപോലെ ആക്റ്റീവാണ്. അപ്പോൾ ആ സിവിൽ ഡിഫൻസ്, ലോക്കൽ വോളണ്ടിയേഴ്സ് അവരുമായിട്ടൊക്കെ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പിന്നെ SOP സെറ്റ് ചെയ്യേണ്ടി വരും എല്ലാ സ്ഥലങ്ങളിലും. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതുപോലെ പബ്ലിക്കിന് ട്രെയിനിങ് കൊടുക്കണം ഈ സന്നദ്ധ പ്രവർത്തകർക്ക്. അപ്പോൾ ഇവർക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ബേസ് ഇല്ല. അപ്പോൾ അവർ സയൻറ്റിഫിക് നോളജ് ഇല്ലാതാണ് പല കാര്യങ്ങൾ. അപ്പോൾ GPR സിഗ്നൽ വെച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റും, ഡിറ്റക്ട് വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും, അവിടെ നോക്കി ഇവിടെ നോക്ക്. അപ്പോൾ അവരെയൊക്കെ നമ്മളൊരു സിസ്റ്റത്തിന് അണ്ടറിൽ കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ആക്ച്വലി നമ്മളിപ്പോൾ കേരളത്തിൽ സിവിൽ ഡിഫൻസ് ഉള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ വോളണ്ടിയേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക. ആവതാമിത്ര സംവിധാനമുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോക്കലായുള്ള പബ്ലിക്കിനെ കൂടുതൽ അവയർനെസ് കൊടുക്കുക. അവരെ ട്രെയിൻഡ് വോളണ്ടിയർ ടീം ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വോളണ്ടിയേഴ്സ് ആക്ച്വലി നമ്മൾ 2017 കോഴിക്കോട് നൗഷാദ് മാൻഹോളിൽ 2 പേര് വീണപ്പോൾ അവരെ രക്ഷപ്പെടുത്തുമ്പോൾ നൗഷാദ് എന്നുള്ള എടുത്തു ചാടിയിട്ട് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്ത് സ്വന്തം ജീവൻ പോലും കളഞ്ഞിട്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്ന ഒരു ടീം നമുക്ക് കേരളത്തിലുണ്ട്. അത് മറ്റ് സ്റ്റേറ്റുകളിൽ അവരുണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ടീമിനെ നമ്മൾ കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ സിവിൽ ഡിഫൻസ് സാവധാനത്ര പോലെ കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ അണ്ടറിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ആ ടീമിനേക്ക് ആക്ച്വലി കർണാടകയിൽ സിവിൽ ഡിഫൻസ് എല്ലാം ആക്റ്റീവാണ്. അപ്പോൾ അവരെയൊക്കെ അവർ കൊണ്ടുവരേണ്ടി വരും. ഈ ദുരന്ത പ്രദേശത്ത് കൊണ്ടുവന്ന് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. പിന്നെ ഇതുപോലുള്ള മീഡിയ ആയാലും എല്ലാവരും ഇങ്ങനെയുള്ള ആവശ്യം. കാരണം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത്, ഇപ്പോൾ എത്യോപ്യയിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. 227 പേരെന്തോമാണ് മരണപ്പെട്ടതായിട്ട് അറിഞ്ഞത്. കാരണം അത് പകുതി പേര് മരിച്ചത് ആ രക്ഷാപ്രവർത്തനത്തിന് ഇടയിലാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിന് ഇടയ്ക്ക് വീണ്ടും ഉൾപ്പെടൽ മണ്ണിടിച്ചിലുണ്ടായി. അതുകൊണ്ട് അവർ പെട്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക്കുകൾ ആ ഏരിയയിലുണ്ടാവും. ഇപ്പം മഴ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ കൂടുതൽ ഇപ്പോൾ കുന്നിൻ്റെ ഒരു ഇടിയാൻ ബാക്കിയുണ്ട്, നല്ലോണം ഇടിയാൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ആ ഒരു കമാൻഡിങ് ചാർജുള്ള ഓഫീസറാണ് അത് കണ്ടുപിടിക്കേണ്ടത്, ആ റിസ്ക് എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവരുടെ ഡയറക്ഷൻ വരെ പ്രവർത്തിക്കാൻ പാടുള്ളൂ. കാരണം വീണ്ടും ഒരു സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഒരിക്കലും അവിടെ നിന്ന് മാറി ആ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് മരണമല്ലാതെ വേറെ സംഭവം ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ സ്ലൈഡിന്റെ പാത്തിലായപ്പോൾ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പാഠമായി കൂടെ മാറാൻ ഉണ്ട്. എന്തായാലും അർജുന്റെ കാര്യത്തിൽ നാളെ ഒരു ശുഭവാർത്ത വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം.